നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം, അതായത് അഗ്നികോൺ, ആ ഗൃഹത്തിൽ വസിക്കുന്നവരെ ഏത് വിധത്തിലെല്ലാം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തെക്ക് കിഴക്ക് ഭാഗം അടുക്കളയ്ക്ക് ഉത്തമ സ്ഥാനമാണ്. കിഴക്കും വടക്കും ആകാമെന്നാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഉത്തമ സ്ഥാനം തെക്ക് കിഴക്കായ അഗ്നികോണിലാണ്. കേരളത്തിൽ പൊതുവേ കിഴക്ക് വടക്കായി അടുക്കള നിർമ്മിച്ച് കാണുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചെറിയ പോലപ്പുരകളായിരുന്നു. അപ്പോൾ തെക്ക് നിന്നുള്ള കാറ്റ് മൂലം പുക വന്നു കയറാനും ഒക്കെ അസൗകര്യം വരും. അതുപോലെ തന്നെ തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയാകും. അതിനാലായിരിക്കണം കിഴക്ക് വടക്ക് ഭാഗത്ത് കേരളത്തിൽ അടുക്കള നിർമ്മിച്ച് പൊതുവെ കാണുന്നത്. കിണറിൻ്റെ സ്ഥാനം കിഴക്ക് വടക്ക് ഭാഗത്താണ്. അപ്പം ആ വെള്ളം കോരിക്കൊണ്ടുവന്ന് അടുക്കളയിൽ ഉപയോഗിക്കാനുള്ളൊരു സൗകര്യം കൂടി പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കേരളം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ചെന്നാൽ അഗ്നികോണിൽ, അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കള നിർമ്മിച്ച് കാണുന്നത്. പുരാണങ്ങളിലെല്ലാം തന്നെ തെക്ക് കിഴക്ക് അഗ്നികോണിലാണ് അടുക്കളയുടെ സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അമ്പലങ്ങളിലായാലും തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയുടെ സ്ഥാനം. തെക്ക് കിഴക്ക് ഭാഗം ശുക്രന് ആധിപത്യമുള്ള സ്ഥാനമാണ്. അവിടെ ഉണ്ടാകുന്ന പാകപ്പിഴകൾ അവിടെ സ്ത്രീകളെയും സ്ത്രീ സന്താനങ്ങളെയും ധനനാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കിഴക്ക് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റൗട്ട് വരാൻ പാടില്ല. അത് കിഴക്കിൻ്റെ നീചസ്ഥാനമാണ്. അപ്പോൾ അവിടെ തന്നെ പ്രധാന വാതിലും വരും. അപ്പോൾ അത് നമുക്ക് ദോഷകരമാണ്. അതേപോലെ തന്നെ ഗൃഹത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴി, അതും തെക്ക് കിഴക്ക് ഭാഗത്തായി വരരുത്. അത് അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആ വീട്ടിൽ നിത്യരോഗികളും ദുർമരണം വരെ നടക്കാൻ സാഹചര്യമുണ്ട്. നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ തെക്ക് ദർശനമായ ഒരു വീടാണെങ്കിൽ നമുക്ക് ആ തെക്ക് അഗ്നികോണിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റൗട്ട് കൊടുക്കാം, പ്രധാന വാതിലും കൊടുക്കാം. അത് ഓരോ ദിക്കിനും ഉച്ചസ്ഥാനവും നീചസ്ഥാനവും ശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന കിടപ്പുമുറിയായി നിശ്ചയിക്കരുത്. അതുപോലെ പൂജാമുറിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് ശാസ്ത്രം സ്ഥാനം നിശ്ചയിച്ചിട്ടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ചിന് ഉത്തമ സ്ഥാനമാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തള്ളിക്കെട്ടിക്കൊണ്ട് കാർ പോർച്ച് നിർമ്മിക്കാം. അത് നമ്മുടെ ഐശ്വര്യാഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്കോട്ട് തള്ളി കാർ പോർച്ച് നിർമ്മിക്കരുത്. അതേപോലെ തന്നെ ഗൃഹത്തിനുള്ളിലേക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് നിർമ്മിക്കരുത്. അവിടെ വാഹനം പോകുമ്പോൾ പിന്നെ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ്. അതിനാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒഴിഞ്ഞ കാലി സ്ഥലം വരാൻ പാടില്ല. ഗൃഹവാസികൾക്ക് വളരെയേറെ ദോഷകരമായി ബാധിക്കും. അഗ്നിയും ജലവും വിരുദ്ധ ശക്തികളായതിനാൽ അവിടെ കിണർ, ടോയ്ലറ്റ്, കുളം ഇങ്ങനെയുള്ളതൊന്നും ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാകരുത്. കിണർ അസ്ഥാനത്തായാൽ അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് നിർമ്മിക്കുന്നെങ്കിൽ നമുക്ക് കോണുകളിൽ വരാതെ മറ്റ് സ്ഥാനങ്ങളിൽ സ്ഥലമില്ലാതെ വന്നിരുന്നെങ്കിൽ മാത്രം നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് നിശ്ചയിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ വെള്ളം കെട്ടിക്കിടക്കാതെയുള്ള അവസ്ഥയിലായിരിക്കണം. നമുക്ക് അടുത്തടുത്ത വീടുകളായിരിക്കും. അപ്പോൾ നമുക്ക് അഗ്നികോണിൽ കിണർ വന്നാൽ നമുക്കത് ദോഷകരമാകുമ്പോൾ അടുത്ത തെക്ക് ഭാഗത്തുള്ള വീടിനാണെങ്കിൽ അത് ഉത്തമ സ്ഥാനമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ അതൊക്കെ അതിർത്തി തിരിച്ച് നമുക്ക് വാസ്തുമണ്ഡലം തിരിച്ചൊക്കെ പലരും അതിന് പരിഹാരം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. എങ്കിൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്ത് ജലാശയങ്ങളോ കിണറോ ജലസാന്നിധ്യമോ വരാൻ പാടില്ലെന്നത് തന്നെയാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് പലരും വന്ന് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറുണ്ടെങ്കിൽ ചെറിയ അതിർത്തി തിരിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതായി കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയാൽ നമുക്ക് അതിർത്തി തിരിച്ചാൽ അതിനുള്ള പരിഹാരമാകുന്നില്ല. ശാസ്ത്രത്തെ അറിഞ്ഞാൽ കുറേയൊക്കെ പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയും. കിഴക്ക് ഭാഗത്ത് ചെറിയ ഉയരം കുറഞ്ഞ വൃക്ഷങ്ങൾ പരിപാലിക്കാം. സൂര്യനെ മറയ്ക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാമെങ്കിൽ നല്ലതായിരിക്കും. കാരണം അടുക്കളയ്ക്ക് സ്ഥാനം വിധിച്ചിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ എത്താൻ അത് സൗകര്യമാകും. തെക്ക് ഭാഗത്ത് വൃക്ഷങ്ങൾ നടുന്നെങ്കിൽ
ശാസ്ത്രം വിധിച്ചിട്ടുള്ള വൃക്ഷങ്ങളും അതുപോലെ മറ്റു വലിയ വൃക്ഷങ്ങളും ആ ഭാഗത്ത് പരിപാലിക്കാം. പൊതുവായി പറയുകയാണെങ്കിൽ കിഴക്കും തെക്കും റോഡുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് പൊതുവെ വാസ്തുഗുണം കുറഞ്ഞ വസ്തുവായിരിക്കും. അത് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ചരിവുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ ദോഷകരമായിരിക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ തെക്ക് കിഴക്ക് ഭാഗത്തെ നമുക്ക് ഉത്തമമാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.